ഗാന്ധി ഇന്ന് വയനാട്ടിലെത്തുന്നുണ്ട്. വയനാട്ടിൽ കടുവ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട രാധയുടെ വീട് സന്ദർശിക്കും. മുൻ DCC ട്രഷററായിരുന്ന NM വിജയന്റെ വീട്ടിലും പ്രിയങ്ക സന്ദർശനം നടത്തും. രാവിലെ 11 മണിയോടെ കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തുന്ന പ്രിയങ്ക റോഡ് മാർഗമായിരിക്കും മാനന്തവാടിയിലേക്ക് എത്തുക. MS അനീഷ് കുമാർ വിവരങ്ങളുമായി. അനീഷ്, ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുമ്പോൾ, അത് വിജയന്റെ ആത്മഹത്യ തൊട്ടുള്ള പ്രശ്നങ്ങളൊക്കെ നടക്കുമ്പോൾ വയനാട്ടിലെ MP എവിടെ എന്നൊരു ചോദ്യം ഉയരുന്നുണ്ടായിരുന്നു. സ്വാഭാവികമായും പ്രിയങ്ക ചുമതലയേറ്റ ശേഷം, സത്യപ്രതിജ്ഞ ചെയ്ത ശേഷം നടക്കുന്ന രണ്ട് പ്രധാന സംഭവങ്ങളാണ് ഇവ രണ്ടും. അതുകൊണ്ട് തന്നെ പ്രിയങ്കയുടെ സന്ദർശനത്തിന് രാഷ്ട്രീയ പ്രാധാന്യവുമില്ലേ? തീർച്ചയായും CPM അടക്കമുള്ള ആളുകൾ BJPയും ഒക്കെ പലപ്പോഴും ആരോപിച്ചിരുന്നത്, ഒരു മണ്ഡലത്തിൽ ഒരു പ്രശ്നം വരുമ്പോൾ എവിടെ ജനപ്രതിനിധി അല്ലെങ്കിൽ ജനപ്രതിനിധി എത്താൻ പ്രത്യേക തീയതി കുറിച്ച് വേണമോ എന്നടക്കമുള്ള ചോദ്യങ്ങളാണ് ഉന്നയിച്ചിരുന്നത്. എന്തായാലും അതിനൊക്കെ ഒരു പരിഹാരമായാണ് പ്രിയങ്ക ഗാന്ധി മണ്ഡലത്തിലേക്ക് ഇന്ന് എത്തുന്നത്. 1 മണിയോടുകൂടി രാധയുടെ വീട്ടിൽ, നമ്മളിപ്പോൾ നിൽക്കുന്നത് രാധയുടെ വീട്ടിലാണ്, ഇവിടേക്ക് എത്തും. അതിന് ശേഷമാണ് NM വിജയന്റെ ബത്തേരിയിലെ വീട് സന്ദർശിക്കുന്നത്. ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധയാകർഷിച്ച ഒരു സംഭവമാണ് ഈ NM വിജയന്റെ മരണം. പാർട്ടിയുടെ ജില്ലാ ട്രഷററായിരുന്നു. ഒപ്പം പ്രിയങ്ക ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് പരിപാടികൾക്കൊക്കെ ചുക്കാൻ പിടിച്ച ഒരു ആൾ കൂടിയായിരുന്നു വിജയൻ. അതുകൊണ്ട് ആ വിജയന്റെ വീട്ടിലേക്ക് MP എത്തിയില്ല എന്നുള്ളത് വലിയ വിമർശനമായി CPM ഒക്കെ ഉന്നയിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും പ്രിയങ്ക ഗാന്ധി എത്തുന്നതിന് മുമ്പ് അല്പസമയത്തിനകം പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇവിടേക്ക് വരുന്നുണ്ട്. അദ്ദേഹം മലയോര യാത്രയുമായി പര്യടനം നടത്തുകയാണ്. മാനന്തവാടിയിലും ബത്തേരിയിലും ഒക്കെ ഇന്ന് ആ യാത്രയുടെ ഭാഗമായി അദ്ദേഹം പ്രസംഗിക്കുന്നുമുണ്ട്. അതിനു മുമ്പാണ് ഈ രാധയുടെ വീട്ടിലെത്തി അവരുടെ കുടുംബാംഗങ്ങളെ കണ്ട് ഒന്ന് സമാശ്വസിപ്പിച്ച് മടങ്ങാമെന്ന് വിചാരിക്കുന്നത്. വലിയ ഒരു പ്രതിഷേധമാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നേരത്തെ ഉയർന്നു വന്നതെങ്കിലും ആ സമയത്ത് UDF അടക്കം അല്ലെങ്കിൽ കോൺഗ്രസ് അടക്കം ശക്തമായി വിഷയത്തിൽ ഇടപെട്ട് പ്രാദേശികമായ പ്രതിഷേധമൊക്കെ സംഘടിപ്പിച്ചിരുന്നു. എന്നാൽ അതിനുശേഷമാണ് പഞ്ചാരക്കൊല്ലിയിലെ നരഭോജിയായ കടുവയെ കൊന്നതും നാട്ടുകാർക്കൊരു ആശ്വാസമായതും ഇപ്പോൾ ഇവിടുത്തെ ജനജീവിതം ഏതാണ്ട് സാധാരണ രീതിയിലേക്ക് മടങ്ങിയെത്തിയിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോഴാണ് VD സതീശൻ ഇവിടെ എത്തുകയും കുടുംബത്തെ കണ്ട് ആശ്വസിപ്പിക്കാൻ തയ്യാറാകുകയും ചെയ്യുന്നത്. എന്തായാലും ഒരു രാഷ്ട്രീയ വിഷയമായി ഈ വന്യജീവി മനുഷ്യ സംഘർഷം മാറുന്ന ഒരു സാഹചര്യമുള്ളത്. തെരഞ്ഞെടുപ്പിലൊക്കെ പോലും ഇതൊരു പ്രത്യേക മേഖലയായി പരിഗണിച്ച് മലയോര മേഖലയ്ക്ക് വേണ്ടിയുള്ള ഒരു പ്രത്യേക ക്യാമ്പയിനിലേക്ക് തന്നെ UDF കടക്കുന്നു. നിലവിൽ ഈ മലയോര മേഖലകളിലൊക്കെ CPM വലിയ സ്വാധീനമുള്ള ഒരു സാഹചര്യമാണ്. അത്തരമൊരു സാഹചര്യം കൂടി കണക്കിലെടുത്താണ് ഒരു പ്രധാന രാഷ്ട്രീയ വിഷയമായി ഈ മനുഷ്യ വന്യജീവി സംഘർഷത്തെ മാറ്റാനുള്ള നീക്കം UDFന്റെ ഭാഗത്തുനിന്ന് നടക്കുന്നത്. എന്തായാലും അതിന്റെയൊക്കെ ഭാഗം കൂടിയാണ് ഈ മലയോര യാത്രയും ഇന്ന് രാധയുടെ വീട്ടിലെ സന്ദർശനവുമൊക്കെ. അല്പസമയത്തിനകം പ്രതിപക്ഷ നേതാവ് ഇവിടേക്ക് എത്തിച്ചേരും. ശരി, അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. വയനാട്ടിൽ ഇന്ന് പ്രിയങ്ക ഗാന്ധിയുടെ സന്ദർശനമുണ്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഇന്ന് വയനാട്ടിൽ നിന്ന്. മറ്റ് വാർത്തകളിലേക്ക് വീണ്ടും. നെന്മാറ ഇരട്ടക്കൊലപാതകത്തിലെ ഇൻക്വസ്റ്റ് റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു. വളരെ മനസ്സിനെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള വിവരങ്ങളാണ് വരുന്നത്. അത് ലക്ഷ്മിയുടെ ദേഹത്ത് 12 മാരകമായ മുറിവുകളാണുള്ളത്. സുധാകരന്റെ ശരീരത്തിൽ ആഴത്തിലുള്ള 6 മുറിവുകളുണ്ട്. കൊലപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയുള്ള ആക്രമണം തന്നെയാണ് ചെന്താമര നടത്തിയത് എന്നതാണ് ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാവുന്നത്. വിവരങ്ങളുമായി ഐഷത്തുൽ ഷംന ചേരുന്നു. ഷംന, ഇയാളൊരു സൈക്കോ ആണെന്നൊക്കെ നമ്മൾ 2 ദിവസമായി, ഇന്നലെ ഈ സംഭവം നടന്നപ്പോൾ തൊട്ട് പറയുന്നുണ്ട്. പക്ഷേ ഇത് നോക്കൂ, ഈ ഇൻക്വസ്റ്റ് വിവരങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് കൊല്ലണമെന്ന ലക്ഷ്യത്തോടെ തന്നെ വെട്ടി, തലയ്ക്ക് ഉൾപ്പെടെ വെട്ടിയിട്ടുള്ളത് സ്വാഭാവികമായും ആ ഒരൊറ്റ ലക്ഷ്യത്തോടെ ആണ് എന്നാണോ മനസ്സിലാവുന്നത്? തീർച്ചയായും ശ്രീജ, അങ്ങനെ തന്നെയാണ്. കാരണം കൊലപ്പെടുത്തുക എന്ന ഒരു ലക്ഷ്യം മാത്രമാണ് ഈ പ്രതിക്കുണ്ടായിരുന്നത്. ഈ അമ്മ ലക്ഷ്മിയുടെ ദേഹത്ത് 12 മുറിവുകളാണ്, മാരകമായ മുറിവുകളാണ് ഉണ്ടായിരുന്നത്. ഈ കൊലപാതകം ഉറപ്പിക്കാൻ വേണ്ടിയാണ് തലയ്ക്ക് ഉൾപ്പെടെ ഇയാൾ വെട്ടിയത്. മറ്റ് സുധാകരന് ആഴത്തിലുള്ള 6 മുറിവുകളാണ് സുധാകരന്റെ ദേഹത്തുണ്ടായിരുന്നത്. എന്തായാലും ഞെട്ടിക്കുന്ന ഇൻക്വസ്റ്റ് റിപ്പോർട്ടുകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ പ്രതിക്കായി ഇപ്പോഴും വ്യാപകമായ തിരച്ചിൽ തുടരുകയാണ്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഡോഗ് സ്ക്വാഡ് അടക്കം പരിശോധന നടത്തിയപ്പോൾ ഡോഗ് സ്ക്വാഡ് ഇന്നലെ ഒരു പോലീസ് നായ ഒരു സമീപത്തെ ഒരു കുളം വരെയാണ് ചെന്നെത്തിയത്. ആ കുളത്തിൽ ഉൾപ്പെടെയാണ് ഇപ്പോൾ തിരച്ചിൽ നടക്കുന്നത്.
ഈ കുളത്തിൽ സ്കൂബ ഡൈവിംഗ് സംഘങ്ങൾ എത്തിയിട്ടുണ്ട്. മുങ്ങി പരിശോധന അടക്കം പുരോഗമിക്കുകയാണ്. എന്തായാലും ഈ പ്രതിയുടെ ഒരു ക്രിമിനൽ ചിന്താഗതി അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സൈക്കോ സ്വഭാവം അത് വ്യക്തമാക്കുന്ന ഇൻക്വസ്റ്റ് റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തായാലും ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു. അല്പസമയത്തിനകം തന്നെ ഈ പോസ്റ്റ്മോർട്ടത്തിന്റെ പ്രാഥമിക വിവരം ഉൾപ്പെടെ നമുക്ക് ലഭ്യമാകും. ഈ അമ്മ ലക്ഷ്മിയുടെ സംസ്കാരം ഇന്നുണ്ടാകും. ഒപ്പം തന്നെ ഈ സുധാകരന്റെയും അത് വരും ദിവസങ്ങളിലായിരിക്കും, അടുത്ത ദിവസമായിരിക്കും സുധാകരന്റെ സംസ്കാരം ഉൾപ്പെടെ ഉണ്ടാവുക. ഇപ്പോഴും ഈ ഇത്രയും ക്രൂരമായ ഒരു കൊലപാതകം അല്ലെങ്കിൽ നാടിനെ ഞെട്ടിക്കുന്ന ഈ ഒരു കൊലപാതകം അത് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു വീഴ്ച തന്നെയാണെന്നാണ് ഈ മകൾ ഉൾപ്പെടെ, ഈ സുധാകരന്റെ മക്കൾ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടുന്നതും. കാരണം പലതവണ പോലീസിനോട് പരാതി നൽകിയിരുന്നു. അത് നാട്ടുകാരുടെ നേതൃത്വത്തിലടക്കം വലിയ രീതിയിൽ പരാതി നൽകിയിരുന്നു. എന്നിട്ട് പോലും പോലീസ് കൃത്യമായ ഒരു സുരക്ഷ ഉറപ്പിക്കാത്തതാണ് ഇത്തരത്തിൽ ഈ 2 കൊലപാതകം ക്രൂരകൃത്യങ്ങൾ നടക്കാൻ കാരണമായത്. ഒപ്പം തന്നെ മറ്റൊരു വിവരം പുറത്തു വരുന്നത് ഈ സുധാകരന്റെ ഭാര്യ സജിതയെ 2019 ഇതേ പ്രതി ചെന്താമര കൊലപ്പെടുത്തിയിരുന്നു. അത് ഒരു കൂടോത്രത്തിന്റെ ഭാഗമായാണോ എന്നൊരു സംശയം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. കാരണം ഈ ചെന്താമരയും ഭാര്യയുമായി പിണങ്ങാൻ കാരണം അല്ലെങ്കിൽ കുടുംബത്തിലെ വഴക്കിന് കാരണം ഒരു നീളമുള്ള മുടിയുള്ള സ്ത്രീയാണ് ഇതിന് കാരണമെന്ന് ഒരു ജ്യോത്സ്യൻ ചെന്താമരയോട് പറഞ്ഞതായി വിവരമുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സജിതയെ, അയൽവാസിയായ സജിതയെ കൊലപ്പെടുത്തുന്നത്. സജിതയോടൊപ്പം തന്നെ ഇയാൾക്ക് സമീപത്തുള്ള വീടുകളിലെ സ്ത്രീകളെ സംശയമുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ കഴിഞ്ഞ ദിവസം ജാമ്യത്തിൽ പുറത്തിറങ്ങിയതിന് ശേഷം ഈ സമീപവാസികളെ അടക്കം ഇയാൾ ഭീഷണിപ്പെടുത്തിയിരുന്നു, കൊല്ലുമെന്ന്. ഒപ്പം തന്നെ ഇന്നലെ സമീപവാസികളടക്കം പ്രദേശവാസികളടക്കം നമ്മളോട് സൂചിപ്പിച്ചതും അതാണ്. ഇയാൾ ഓരോരുത്തരെയായി ഭീഷണിപ്പെടുത്തിയിരുന്നു, ഇയാൾ സ്കെച്ച് ചെയ്ത് വെച്ചിരുന്നു എന്ന് തന്നെയാണ് ഈ പ്രദേശവാസികൾ പറയുന്നത്. അങ്ങനെയെങ്കിൽ ഈ സുധാകരനോടോ അല്ലെങ്കിൽ സുധാകരന്റെ കുടുംബത്തോടോ മാത്രമല്ല മറ്റ് ഈ പ്രദേശത്തുള്ള മുഴുവൻ ആളുകളോടും ഇയാൾക്ക് ഒരു പകയുണ്ടായിരുന്നു, ഒരു ദേഷ്യമുണ്ടായിരുന്നു. അത് ഇയാളുടെ ഒരു മാനസിക നില അല്ലെങ്കിൽ അത്തരം സൈക്കോ സ്വഭാവത്തിന്റെ കൂടി അത് വ്യക്തമാക്കുന്നത് തന്നെയാണ്. ശ്രീജ, എന്തായാലും പ്രതിക്കായി ഇപ്പോൾ വ്യാപകമായ തിരച്ചിൽ തുടരുകയാണ്. ശരി, ഷംനയാണ് വിവരങ്ങൾ നൽകിയത്. 2019 സജിതയുടെ കൊലപാതകത്തിലേക്ക് നയിച്ചത് ഇയാളുടെ അന്ധവിശ്വാസമാണ്. ഒരു ജ്യോത്സ്യൻ ഇയാളുടെ കുടുംബ പ്രശ്നങ്ങൾക്ക് കാരണം നീളമുള്ള മുടിയുള്ള ഒരു സ്ത്രീയാണ് എന്ന് പറഞ്ഞ അതിന് പുറകെയാണ് സജിതയെ ഇയാൾ വെട്ടിക്കൊലപ്പെടുത്തിയത് എന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന സൂചനകൾ. അതിനുശേഷം ഇത്രയേറെ അക്രമവാസനയുള്ള ഒരാൾ ജാമ്യവ്യവസ്ഥകൾ ലംഘിച്ചാണോ ആ വീട്ടിൽ തുടർന്നിരുന്നത് എന്ന രീതിയിലുള്ള പരാതികളും അല്ലെങ്കിൽ ആക്ഷേപങ്ങളും ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. അതിൽ കൂടി ഒരു പോലീസിന്റെ ഭാഗത്തു നിന്ന് ഒരു വിശദീകരണം കിട്ടേണ്ടതുണ്ട്. മറ്റു വാർത്തകളിലേക്ക്. മാള ഹോളി ഗ്രേസ് കോളേജിൽ കാലിക്കറ്റ് സർവകലാശാല ഡി-സോൺ കലോത്സവത്തിനിടെ സംഘർഷം. നിരവധി വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. ജഡ്ജ്മെന്റ് ചോദ്യം ചെയ്തതാണ് സംഘർഷത്തിൽ കലാശിച്ചത്. മത്സരാർത്ഥികളും സംഘാടകരും തമ്മിൽ തുടങ്ങിയ വാക്കേറ്റം അത് വിദ്യാർത്ഥി സംഘടനകൾ ഏറ്റെടുക്കുകയും വലിയ സംഘർഷമായി മാറുകയുമായിരുന്നു.